നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഭയിലെ പ്രശ്നപരിഹാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ താൻ സഭയെ സ്ഥാപിക്കും എന്ന് പറഞ്ഞതിന് തൊട്ടു തന്നെ കർത്താവ് പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗോപുരത്തിനെതിരായിട്ട് പാതാള ഗോപുരങ്ങൾ ഉപദ്രവം അഴിച്ചുവിടും, പക്ഷെ അവർ ജയിക്കുകയില്ല എന്നാണ്. അത് പുറമേ നിന്നുള്ള ഉപദ്രവങ്ങൾ സഭയ്ക്കുണ്ടാകും എന്നാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ 18-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് അകത്തുനിന്ന് ഉപദ്രവങ്ങളുണ്ടാകും. പിശാച് അകത്തുള്ള ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ ഒരു ബലഹീന വിശ്വാസിയിൽ നിന്നും ആത്മീയ പക്വതയില്ലാത്ത ഒരു വിശ്വാസിയിൽ നിന്നും നിനക്കൊരു ഇടർച്ച ഉണ്ടായാൽ, കർത്താവ് തൊട്ടു പിന്നിലെ വാക്യങ്ങളിൽ പറഞ്ഞത് ബലഹീന വിശ്വാസിക്ക് നീ ഇടർച്ച വരുത്തരുതെന്നാണ്. എന്നാൽ ഒരു ബലഹീന വിശ്വാസിയിൽ നിന്ന് നിനക്കൊരിടർച്ച ഉണ്ടാകാനിടയായാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, ഒരു ബലഹീന വിശ്വാസി, ആത്മീയ വളർച്ചയില്ലാത്തൊരു വിശ്വാസി പെരുമാറിയത് ശരിയായില്ല, നോക്കിയത് ശരിയായില്ല, സംസാരിച്ചത് ശരിയായില്ല, പെരുമാറുന്നത് ശരിയായില്ല. അങ്ങനെ സംഭവിക്കാം. കാരണം എല്ലാവരും ഒരുപോലെ ആത്മീയ വളർച്ചയുള്ളവരല്ലല്ലോ. അങ്ങനെ സംഭവിച്ചാൽ അത് സഭയെ പറയുക അല്ലെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ആത്മീയ വളർച്ചയില്ലാത്ത വിശ്വാസിയെക്കാളും അധമനായിട്ട് പക്വതയില്ലായ്മയാണ് മറ്റുള്ളവർ കാണാൻ കഴിയുന്നത്. കാരണം എന്താണ്? ഒരു വിശ്വാസി, ഒരു ബലഹീന വിശ്വാസി പെരുമാറിയത്, സംസാരിച്ചത്, നോക്കിയത്, കേട്ടത് ശരിയായില്ല. അപ്പോൾ അതിൻ്റെ ദോഷം അനുഭവിച്ച ആള് ഉടൻ തന്നെ അത് മറ്റുള്ളവരോട് പറയുകയാണ്. ആദ്യം പറയുന്നത് വീട്ടിൽ കുടുംബാംഗങ്ങളോടായിരിക്കും, രണ്ടാമത് പറയുന്നത് സുഹൃത്തുക്കളോടായിരിക്കും, മൂന്നാമത് പറയുന്നത് അതായത് ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്താനായിട്ട് ഒക്കെ കഴിവുള്ള അങ്ങനെയുള്ള ആളുകളോടായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നാം ഇവിടെ വായിക്കുന്നത് നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റവന് ബോധം വരുത്തുക. അതിൻ്റെ അർത്ഥം അവൻ്റെ കുടുംബാംഗങ്ങൾ ആരും അത് അറിയരുതെന്നാണ്. അവൻ്റെ ഭാര്യയോ അവൻ്റെ മക്കളോ അവൻ്റെ അപ്പനോ അവൻ്റെ അമ്മയോ സഹോദരങ്ങളോ സഹോദരികളോ അറിയരുതെന്നാണ്. പക്ഷെ പല കുടുംബങ്ങളിലും സഭാകാര്യങ്ങൾ, സഭയിലെ വിശ്വാസികളുടെ കുറ്റവും കുറവും ആ വീട്ടിലെ ചർച്ചയാണ്. അത് വലിയ ദോഷം ചെയ്യും. അടുത്ത തലമുറ സഭയിൽ വരാൻ മടിക്കും. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും ഒക്കെ പള്ളികൾ വിൽക്കുകയാണ്. മോസ്കുകൾക്കും ക്ലബ്ബുകൾക്കും സിനിമാ തിയേറ്ററുകൾക്കും ഫാക്ടറികൾക്കും ഒക്കെ ആയിട്ട് പള്ളികൾ വിൽക്കുകയാണ്. കാരണം അവിടെ അംഗങ്ങളില്ല. ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്
കഴിയുന്നില്ല. അതിൻ്റെ ടാക്സ് അടയ്ക്കാനും അതിൻ്റെ മെയിൻ്റനൻസ് നടത്താനും ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പള്ളികൾ വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുക. അവരുടെ മക്കൾക്ക്, അവരുടെ കൊച്ചുമക്കൾക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, വലിയപ്പന്മാർക്ക് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് ശമ്പളം അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും. അവർക്ക് വലിയ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. പക്ഷെ അവര് സഭയെ വരുന്നില്ല. അവര് ദൈവവും ദേവനും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് പറ്റിയ സംഘടനകളിൽ, ആ സമുദായങ്ങളിൽ അവർ പോകുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കേൾക്കുകയാണ് ഈ സഭയിലെ ന്യൂനതകൾ വിസ്തരിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇതിൻ്റെ കാരണം. ഇങ്ങനെയൊരു പള്ളിയിലേക്ക്, ഇങ്ങനെയൊരു സഭയിലേക്ക് ഞാനെന്തിനാ പോകുന്നത്? ഇങ്ങനെയൊരു നേതാവിൻ്റെ വചനം ഞാനെന്തിനാ കേൾക്കുന്നത്? ഇതാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് അരുമനാഥൻ പ്രത്യേകം പറഞ്ഞത്, നീയും അവനും മാത്രമുള്ളപ്പോൾ. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. യേശു വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു കാരണവശാലും സഭയിലെ വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അറിയാൻ, അല്ലെങ്കിൽ മറ്റൊരാൾ അറിയാനായിട്ട്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ മാതാവ് പിതാവ്, വേറെ ആരും അറിയാൻ പാടില്ല. അവർ കേൾക്കാനേ പാടില്ല. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ, നിന്നോട് തെറ്റിപ്പോയാൽ അവനോട് മാത്രം പറയുക. അവനത് ബോധ്യമായ നീ സഹോദരനെ നേടുകയാണല്ലോ വേണ്ടത്. രണ്ടാമത്തെ ശ്രമം നടത്തേണ്ടത് അവനെ സ്വാധീനിക്കാനായിട്ട് കഴിവുള്ള 2-3 പേരെ അറിയിച്ച് അവനെ സമീപിക്കുക. അവനോട് സംസാരിച്ചിട്ട് അവരുടെ വാക്കും കൂട്ടാക്കുന്നില്ലെങ്കിൽ വേണം സഭയിലെ ലീഡേഴ്സിനെ സഭയെ അറിയിക്കുക. എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സഭയിൽ ഈ സഹോദരൻ തെറ്റുകാരനാണെന്ന് പറയുകയല്ല വേണ്ടത്, സഭയിൽ സാക്ഷ്യം പറയുകയല്ല വേണ്ടത്. സഭയെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ ലീഡേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. മൂപ്പന്മാരെ, ലീഡേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉപദേശം പറഞ്ഞ് അതിനകത്ത് അവന് സംഭവിച്ച തെറ്റ് അവനോട് പറയുമ്പോൾ അവനത് സ്വീകാര്യമാകുന്നെങ്കിൽ നല്ല കാര്യം, അതാണ് വേണ്ടത്. പക്ഷേ സഭയിലെ ലീഡേഴ്സിനെയും അവൻ അംഗീകരിക്കുന്നില്ല. അവൻ ചെയ്തതാണ് ശരി എന്നാണ് അവൻ പറയുന്നതെങ്കിൽ, കർത്താവ് പറഞ്ഞത് അവൻ നിനക്ക് ചുങ്കക്കാരനും പുറജാതിക്കാരനും പോലെ ഇരിക്കട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം ചെല്ലു വിചാരിക്കുന്ന അവനെ സഭയിൽ നിന്ന് മുടക്കുക. സഭയിൽ നിന്ന് മുടക്കാനല്ല, ചുങ്കക്കാരനും പുറജാതിക്കാരനും പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു യഹൂദൻ ഏറ്റവും ഉപദ്രവിക്കുന്നത് ഈ 2 കൂട്ടരാണ്. ഈ ചുങ്കക്കാരൻ അന്യായമായി പിരിച്ചിട്ട് റോമ കൈസർക്ക് അയച്ചു കൊടുക്കും. കുറേ അവരെടുക്കും, ബാക്കി കൈസർക്ക് അയച്ചു കൊടുക്കും. അതാണ് ചുങ്കക്കാർ ചെയ്യുന്നത്. അങ്ങനെ അന്യായമായി പിരിക്കുമ്പോൾ യഹൂദൻ എന്താ ചെയ്യുക? ദൈവം നിന്നോട് ചോദിക്കട്ടെ, അത് ദൈവത്തിന് വിട്ടുകൊടുക്കും. അതുപോലെ അന്നത്തെ പുറജാതികളാണ് അവരുടെ പട്ടാളക്കാർ. പുറജാതികളാണ് ഭരണാധികാരികൾ അല്ലെങ്കിൽ പട്ടാളക്കാർ. അവരിവരെ കഠിനമായിട്ട് ഉപദ്രവിക്കും. യഹൂദൻ എന്ന് പറഞ്ഞാൽ 1 കുറേ 40 അടി, അതാണ് യഹൂദൻ്റെ പരമാവധി ശിക്ഷ. പക്ഷെ പുറജാതിക്ക് അങ്ങനത്തെ എണ്ണവും കണക്കുമൊന്നുമില്ല. അവര് കരുണയില്ലാതെ ഉപദ്രവിക്കും. അപ്പോഴും യഹൂദൻ എന്തു ചെയ്യും? ദൈവം നിന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം വരവേൽപ്പിക്കും. അതാണ് ഇവിടെയും വേണ്ടത്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പറയുകയാണ്, പിന്നെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കാര്യം ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യുകയും അതിന് ദൈവം പരിഹാരം വരുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും സ്വർഗത്തിലും അത് സ്വീകാര്യമായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് പുറമേ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അകമേ നിന്നുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും, പുറത്തുനിന്ന് അകത്ത് കിടക്കും. എന്നാൽ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ പുറമേ നിന്നുള്ള ഉപദ്രവവും ഉണ്ടാകും, അകമേ നിന്നുള്ള ഉപദ്രവവും ഉണ്ടാകും.
പുറമേ നിന്നുള്ള ഉപദ്രവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഓടുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്നാൽ അകമയിൽ നിന്നുള്ള ഉപദ്രവം വരുമ്പോൾ ഈ ക്രമം പാലിക്കാനായിട്ട് തയ്യാറായാൽ അത് വഷളാകാതിരിക്കും. അത് തീർച്ചയായിട്ടും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഈ ക്രമം പാലിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ഇതൊക്കെ ബാലപാഠങ്ങളാണ്. പക്ഷേ അത് പാലിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നന്മയുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.